നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞുപോയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമായിരുന്നു. BJP ലക്ഷ്യം വച്ച രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് പാർട്ടിയെ വലിയ രീതിയിൽ പാർട്ടിയുടെ മാനം രക്ഷിച്ചു എന്ന് തന്നെ പറയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചത് ദേശീയ തലത്തിൽ തന്നെ വലിയ വാർത്തയായിരുന്നു. സംസ്ഥാന ഭരണം പിടിക്കുന്നതിലേക്കുള്ള ആദ്യ പടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഈ കോർപ്പറേഷൻ വിജയത്തെ കണ്ടു. തുടർന്ന് BJPയുടെ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷ് ഇന്ന് ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. BJPയുടെ ഏറ്റവും ജനകീയനായ ഒരു നേതാവ് എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കോർപ്പറേഷൻ മേയർ സ്ഥാനം വരെ എത്തിയിരിക്കുന്നു. കേരള സംസ്ഥാനത്തിലെ തന്നെ ആദ്യത്തെ കോർപ്പറേഷൻ മേയറാണ്. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടയാൾ. ചരിത്ര വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് തിരുവനന്തപുരത്തെത്തി VV രാജേഷിനെ ആലിംഗനം ചെയ്യുകയും തോളിൽ തട്ടി അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി VV രാജേഷിനെയും BJP കൗൺസിലർമാരുടെ സംഘത്തെയും ദില്ലിക്ക് വിളിപ്പിക്കുകയും അവിടെ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഒരു മുഖാമുഖ അല്ലെങ്കിൽ സംവാദ പരിപാടി നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പിനെ പല ഗ്രൂപ്പുകളായി തിരിച്ച് രാജ്യത്തെ അറിയപ്പെടുന്ന പല പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും കോർപ്പറേഷനുകളിലേക്കുമൊക്കെ അയച്ച് അവിടുത്തെ വികസന മാതൃക പഠിക്കാനൊക്കെ നിയോഗിച്ചിരുന്നു. അതിനുശേഷമാണ് കേരളത്തിൽ തിരിച്ചെത്തി തിരുവനന്തപുരത്ത് BJP അവരുടെ ഭരണം ആരംഭിച്ചത്. മാത്രമല്ല, BJP ഈ ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കാനായി പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. ആ പ്രചരണത്തിൽ ഉടനീളം BJP നേതാക്കൾ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. അത് അടുത്ത 5 വർഷം കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റുമെന്ന്. 5 വർഷം കൊണ്ട് അങ്ങനെ ഒരു ദൗത്യം തങ്ങൾ പൂർത്തിയാക്കുമെന്ന് നേതാക്കൾ ആണയിട്ട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് BJP അധികാരത്തിലെത്തിയാൽ അടുത്ത 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്നും വികസിത തിരുവനന്തപുരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് പ്രഖ്യാപിക്കുമെന്നും അന്ന് BJP പറഞ്ഞിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യം 29-ാം നാൾ തിരുവനന്തപുരം നഗരത്തിലെത്തി ദേശവാസികൾക്ക് അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ നന്ദിയും അറിയിച്ചു. പക്ഷേ ബ്ലൂ പ്രിൻ്റ് പ്രഖ്യാപിക്കാൻ സാങ്കേതികമായ ചില തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ബഡ്ജറ്റ് ഒരു ബ്ലൂ പ്രിൻ്റാക്കി മാറ്റുകയായിരുന്നു. അതായത് തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ ബഡ്ജറ്റ് ഇത്രയധികം ചർച്ചാ വിഷയമാകുന്നത്. വളരെ ശാസ്ത്രീയമായ ഒരു ടൗൺ പ്ലാനിംഗ് വിഷനോടുകൂടി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇക്കൊല്ലത്തെ തിരുവനന്തപുരം നഗരസഭാ ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. ഇതെല്ലാം BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടൽ കൊണ്ടുകൂടി ഉണ്ടായിട്ടുള്ളതാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തുന്നത്. ഈ കോർപ്പറേഷൻ ഭരണത്തെ കൃത്യമായി മേൽനോട്ടം വഹിക്കാൻ BJP സംസ്ഥാന ഘടകത്തിനാകുമോ? അതിന് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ കൃത്യമായ മേൽനോട്ടത്തിന് തടസ്സമാകുമോ? BJP കേന്ദ്ര നേതൃത്വം ഈ തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിൽ ശ്രദ്ധ ചെലുത്തുമോ? ഇതെല്ലാം ഇപ്പോഴും ജനങ്ങൾക്കുള്ള സംശയമായിരുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി കേരള ഘടകത്തെ കേന്ദ്ര നേതൃത്വം അവഗണിക്കുകയായിരുന്നു. കാരണം അത്രമാത്രം ഒരു ഇലക്ടോറൽ പെർഫോമൻസ് കേരളത്തിലില്ല. BJP ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾക്കൊന്നും അതേപടി പാലിക്കാൻ ഇവിടുത്തെ ഗ്രൂപ്പ് തമ്മിലടികൾ കാരണം തയ്യാറായിരുന്നില്ല നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ ലക്ഷ്യം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യങ്ങൾ അത് പൂർത്തീകരിക്കാത്തത് കാരണം കേന്ദ്ര നേതൃത്വം കേരളത്തെ അവഗണിച്ചിരുന്നതായി പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. കേരളത്തിലെ വളർച്ചയുടെ ഓരോ ഘട്ടവും കേന്ദ്ര നേതൃത്വം സൂക്ഷ്മമായി തന്നെ വിലയിരുത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണവും BJP കാണുന്നത്. കാരണം തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചു എന്നത് കേരളത്തിലെ മാത്രം വാർത്തയല്ല, ദേശീയ തലത്തിൽ പോലും BJPക്ക് വലിയ മൈലേജ് ഉണ്ടാക്കി കൊടുത്ത വാർത്തയാണ്. പല സംസ്ഥാനങ്ങളുടെയും മന്ത്രിമാരാണ് പിന്നീട് VV രാജേഷിനെ വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. ഇന്ത്യയുടെ പല കോണുകളിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയത്തിന് BJPക്ക് അഭിനന്ദന പ്രവാഹമെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ദേശീയ നേതൃത്വത്തിൻ്റെ അഭിമാനത്തിൻ്റെ കാര്യമാണ്. അവിടെ കൃത്യമായ സദ്ഭരണം ഉറപ്പുവരുത്താനും വികസനം ഉറപ്പുവരുത്താനും ദേശീയ നേതൃത്വം തന്നെ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നത്തെ VV രാജേഷും ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനും തമ്മിലുള്ള കൂടിക്കാഴ്ച. ദില്ലിയിലെത്തി പാർട്ടി ദേശീയ നേതൃത്വത്തെ കാണാൻ നേരത്തെ VV രാജേഷിന് നിർദ്ദേശമുണ്ടായിരുന്നു. അതായത് ഈ ഇത്രയധികം മാസത്തിനുള്ളിൽ അധികാരത്തിൽ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ എന്തൊക്കെ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാൻ പദ്ധതി ഉണ്ടായിരുന്നുവെന്നും എന്തൊക്കെ അതിൽ പൂർത്തിയാക്കിയെന്നുമുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്
ദേശീയ അധ്യക്ഷന് മുന്നിൽ സമർപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. മാത്രമല്ല തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസന ആവശ്യങ്ങളടങ്ങിയ മെമ്മോറാണ്ടവും സമർപ്പിക്കാം. ഇങ്ങനെ 2 ഉദ്ദേശങ്ങളോടുകൂടിയാണ് വി രാജേഷ് ഇന്ന് വൈകുന്നേരം BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീനെ കണ്ടത്. പാർട്ടി അധികാരത്തിൽ വന്നിട്ട് ഏതാനും മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴേ പ്രതിപക്ഷമായ കോൺഗ്രസും CPM-ഉം പാർട്ടി ഭരണത്തിനെതിരെ വലിയ വിമർശനങ്ങൾ നടത്തുന്നു. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ നഗരത്തിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, ഇതെല്ലാം പതിറ്റാണ്ടുകളായി തിരുവനന്തപുരം നഗരത്തിലുള്ള വിഷയങ്ങളാണ്. ഇത് പരിഹരിക്കാൻ ഇതുവരെ അധികാരത്തിലിരുന്ന ഒരു മുന്നണിക്കും സാധിച്ചിട്ടില്ല. BJP ആദ്യമായിട്ടാണ് കോർപ്പറേഷനിൽ അധികാരം പിടിക്കുന്നത്. എന്നിട്ടും ഇപ്പോൾ വിമർശനത്തിൻ്റെ കുന്തമുന BJPക്ക് നേരെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ശാശ്വതമായ പരിഹാരങ്ങൾ ഉറപ്പാക്കുന്നുണ്ട് എന്ന തോന്നൽ ജനങ്ങളിൽ ജനിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് BJP ദേശീയ നേതൃത്വം കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതോടൊപ്പം തന്നെ നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾക്കായി കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഒരു മികച്ച ഏകോപനം ഉറപ്പുവരുത്തണമെന്ന് വി രാജേഷ് നിതിൻ നബീനോട് ആവശ്യപ്പെട്ടേക്കും. ഒരുപക്ഷെ വി രാജേഷ് മറ്റ് കേന്ദ്ര മന്ത്രിമാരെയും കാണാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ദില്ലിയിലെ കൂടിക്കാഴ്ച തിരുവനന്തപുരത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്നുണ്ട്. അധികാരം കിട്ടിയ BJP മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും തന്നിഷ്ടപ്രകാരമുള്ള ഒരു ഭരണമല്ല കാഴ്ചവെക്കുന്നത്. ഭരണസമിതി അംഗങ്ങളുമായി കൃത്യമായ ചർച്ചകൾ നടത്തി അതിന് BJP ദേശീയ നേതൃത്വത്തിൻ്റെ പോലും മേൽനോട്ടത്തോടു കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരത്തെ ലോകോത്തരമായ നഗരമാക്കി മാറ്റുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്ക് പാലിക്കുക കൂടിയാണ് ഇപ്പോൾ നിതിൻ നബീൻ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിന് കഴിഞ്ഞ കുറേ കാലമായി വേണ്ടിയിരുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് എത്രയും വേഗം കൊണ്ടുവരാനാണ് BJPയുടെ ശ്രമം. കേന്ദ്ര നേതൃത്വം അതിൽ കാതലായ ഇടപെടലുകൾ നടത്തുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇന്ന് വൈകുന്നേരം നടന്ന കൂടിക്കാഴ്ച.